മയിൽ പീലി കണ്ണുകൊണ്ട് കൽബിൻ്റെ കടലാസിൽ മാപ്പിള പാട്ട് കുറിച്ചവനെ, പാട്ടിൻ്റെ ചിറകിന്മേൽ പരിമളം പൂശുന്ന പനിനീർ പൂവിൻ്റെ പേരെന്ത്? മയിൽ പീലി കണ്ണുകൊണ്ട് കൽബിൻ്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ സംബോധന ചെയ്യുന്ന ഈ കവി വയലാറിൻ്റെ മണ്ണിൽ, വിപ്ലവത്തിൻ്റെ മണ്ണിൽ നിന്ന്, വീര്യത്തിൻ്റെ മണ്ണിൽ നിന്ന് ഏറനാടിൻ്റെ മഞ്ചാടി മാപ്പിളപ്പാട്ടുകളിലേക്ക്, അതിൻ്റെ സങ്കല്പത്തിലേക്ക്, അതിൻ്റെ മണമുള്ള, മയക്കമുള്ള, മൊഞ്ചുള്ള മലയാളത്തിൻ്റെ മാപ്പിളയുടെ പാട്ട്, അത് മനസ്സിൻ്റെ പാട്ടാണ്, അത് നിലാവിൻ്റെ പാട്ടാണ്, അത് 14-ാം രാവിൻ്റെ പാട്ടാണ്. വയലാറിൽ നിന്നും മലപ്പുറത്തേക്കുള്ള ദൂരത്തിനിടയ്ക്ക് വയലാർ സഞ്ചരിച്ച സംസ്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ്യം. മയിൽ പീലി കണ്ണുകൊണ്ട്. മയിൽ പീലി കൃഷ്ണൻ്റേതാണ്, ഭഗവാന്റേതാണ്. അന്ന് ഇന്നത്തെ പോലെ ആരും പള്ളി പൊളിച്ചിട്ടില്ല, ആരും മനുഷ്യനെ ഗോത്രയിൽ ആക്രമിച്ചിട്ടില്ല. മയിൽപ്പീലി കണ്ണുകൊണ്ട് മനസ്സിൻ്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിക്കാൻ ധൈര്യമുള്ള, സ്നേഹമുള്ളൊരു കാലമുണ്ടായിരുന്നു, ലാവണ്യമുള്ളൊരു കാലമുണ്ടായിരുന്നു. ആ കാലം പോയി. നമുക്കതിനെക്കുറിച്ചിട്ട് വേദനയോടെ പ്രാർത്ഥിക്കാം. എന്നാലും മാപ്പിളപ്പാട്ട് കുറിച്ചവനെ, പാട്ടിൻ്റെ ചിറകിന്മേൽ പരിമളം പൂശുന്ന പനിനീർ പൂവിൻ്റെ പേരെന്ത്? ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ സുഹൃത്ത് ഹംസയുടെ പെങ്ങൾ പറഞ്ഞു, പറയൂല്ല. അവളുടെ പുത്തഞ്ചേരിപ്പുഴയ്ക്ക് അക്കരെ നിന്നും വരുന്ന അബ്ദുറഹ്മാൻ്റെ പ്രണയത്തിൻ്റെ തൂവൽ മയിൽപ്പീലി കൊണ്ട് തൊട്ടൊഴിഞ്ഞ് മനസ്സിൻ്റെ കടലാസിൽ എഴുതിയപ്പോൾ അവൾ പറഞ്ഞു, നിന്നെ കെട്ടാൻ വരുന്നവൻ ആരാണ്, നീ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പറയില്ല പേര്. അവൾ താളി പതച്ചെടുത്ത് തല നിറച്ചെണ്ണ തേച്ച് താമര കുളങ്ങരെ വന്നവളെ, പൂമണിയറയ്ക്കുള്ളിൽ വിരുന്നു വരാൻ പോണ പുതുമണവാളൻ്റെ പേരെന്ത്? അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു, എന്താണ്? താളി പതച്ചെടുത്ത് തല നിറച്ചെണ്ണ തേച്ച് താമര കുളങ്ങരെ വന്നവളെ, പൂമണിയറയ്ക്കുള്ളിൽ വിരുന്നു വരാൻ പോണ പുതുമണവാളൻ്റെ പേരെന്ത്? പറയൂല്ല. അവളപ്പോഴും പരിഭവമായിരുന്നു, നാണായിരുന്നു. അങ്ങനെ കോഴിയെ അന്വേഷിച്ച് മടങ്ങി കോഴിക്കോട്ടേക്ക് വണ്ടി കയറി ഞാൻ. അവിടുന്ന് കോളേജിലേക്കുള്ള ഒരു കാലം ദൂരമാണ്. കോളേജിൽ ചേരാൻ പോകുന്ന കാലത്ത്, കോളേജിൽ ചേർന്ന കാലത്ത് അവിടെ ഉത്സവസന്ധ്യയുടെ വെളിച്ചവുമായി കോളേജ് ഡേ വന്നു. പാടണം എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അന്നും ഇന്നും പാടാൻ ചങ്കൂറ്റമുണ്ട് എനിക്ക്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, സംഗീതം അറിയില്ല. സംഗീതം അറിയാവുന്ന ഒരു ഗർഭപാത്രത്തിൽ നിന്ന്, സംഗീതത്തിൻ്റെ അമ്ളം നിറഞ്ഞൊരു ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു എന്നല്ലാതെ, അമ്മയുടെ മൂർധാവിൽ തൊട്ട് അനുഗ്രഹമുണ്ട് എന്നല്ലാതെ ഇന്നും പാടാൻ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയില്ല. എങ്കിലും പാടുകയായിരുന്നു കോളേജിൽ.